നമ്മളെല്ലാവരും ഭയക്കുന്ന ഒരു രോഗം എന്ന് പറയുന്നത് ക്യാൻസർ അഥവാ അർബുദമാണല്ലോ. സ്ത്രീകൾക്ക് ജനനേന്ദ്രിയങ്ങളിലും അല്ലെങ്കിൽ അവരുടെ പ്രത്യുൽപാദന അവയവങ്ങളിലും വരാവുന്ന ക്യാൻസർ എങ്ങനെ വരുന്നു, ഈ ക്യാൻസർ നമുക്ക് തടയാൻ പറ്റുമോ എന്ന് ഒരു സന്തോഷ വാർത്ത എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇത് തടയാൻ ഒരു മാർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് മനുഷ്യരിൽ നടത്തിയ പരീക്ഷണങ്ങൾ കൊണ്ട് തന്നെ ക്യാൻസറിനെ തടയുന്നതിൽ 99.9% വിജയം കൈവരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ വാക്സിൻ ആർക്കാണ് കൊടുക്കേണ്ടത്? നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് മാത്രം കൊടുത്താൽ മതിയോ? നമസ്കാരം, ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ്. നമ്മളെല്ലാവരും ഭയക്കുന്ന ഒരു രോഗം എന്ന് പറയുന്നത് ക്യാൻസർ അഥവാ അർബുദമാണല്ലോ. ഞാൻ ഒരു സ്ത്രീരോഗ വിദഗ്ധയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും സ്ത്രീകൾക്ക് ജനനേന്ദ്രിയങ്ങളിലും അല്ലെങ്കിൽ അവരുടെ പ്രത്യുൽപാദന അവയവങ്ങളിലും വരാവുന്ന ക്യാൻസറിനെ പറ്റി വളരെയധികം ചിന്താകുലയാണ്, വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് പലരും നമ്മളോട് ചോദിക്കും, ഈ ക്യാൻസർ എങ്ങനെ വരുന്നു, ഈ ക്യാൻസർ നമുക്ക് തടയാൻ പറ്റുമോ എന്ന്. ഒരു സന്തോഷ വാർത്ത എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്ത്രീകളിൽ വളരെ കൂടുതൽ കണ്ടുവരുന്ന ഗർഭാശയ മുഖത്തെ ക്യാൻസർ, അതായത് ക്യാൻസർ സെർവിക്സ് എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൻ്റെ യൂട്രസിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗമാണ്. അപ്പോൾ ലോകമെമ്പാടും സ്ത്രീകളിൽ വരുന്ന ഏറ്റവും കൂടുതൽ ക്യാൻസർ കാണുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ക്യാൻസർ സെർവിക്സ് ആണ്. ഭാഗ്യവശാൽ കേരളത്തിൽ ക്യാൻസർ സെർവിക്സ് വളരെ കുറവാണ്. നമ്മളുടെ ജീവിത രീതികളും ജീവിത സാഹചര്യങ്ങളും നമ്മളുടെ എഡ്യൂക്കേഷനും കൊണ്ട്, ലിറ്ററസി സാക്ഷരത നിരക്കും കൊണ്ടൊക്കെ ആയിരിക്കാം ഇത്. പക്ഷേ ഇന്ത്യയിലെ സ്ഥിതി അതല്ല. ലോകത്തിലുള്ള ക്യാൻസർ രോഗികളുടെ ക്യാൻസർ സെർവിക്സ് രോഗികളുടെ 1/5 ഇന്ത്യയിലെ സ്ത്രീകളാണ്. അപ്പോൾ ഈ ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ വലിയൊരു കഷ്ടമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് തടയാനൊരു മാർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു പ്രതിരോധ കുത്തിവയ്പ്പുകളെല്ലാം അണുക്കൾക്ക് എതിരായിട്ടുള്ളതാണ്. ബാക്ടീരിയയാണ് കൂടുതൽ, ബാക്ടീരിയ, വൈറസ്, ഇതിനൊക്കെ എഗൻസ്റ്റായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളാണ്. അപ്പോൾ എങ്ങനെ ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് കൊണ്ട് ക്യാൻസറിനെ തടയാമെന്ന് ചോദിച്ചാൽ, ഈ ക്യാൻസർ സെർവിക്സ് ഉണ്ടാക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നൊരു വൈറസാണ്. ആ വൈറസ് എങ്ങനെ നിങ്ങളെ ബാധിക്കും? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഭൂരിഭാഗം സ്ത്രീകൾക്കും ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ബാധയുണ്ടാകാം. പക്ഷേ സാധാരണ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അതങ്ങ് ക്ലിയർ ചെയ്ത് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ചിലർക്ക് സെർവിക്സിലെ കോശങ്ങളിൽ ഈ അണുബാധയുണ്ടാകാം. അവരിലും 85% സ്ത്രീകളിലും ആ കോശങ്ങളിലുണ്ടായ വ്യത്യാസങ്ങൾ തിരിച്ച് ഒരു 2 വർഷം കൊണ്ട് നോർമലാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ 10% തുടങ്ങി 15% വരെയുള്ള സ്ത്രീകൾക്ക്, അതായത് 100 പേർക്ക് അണുബാധയുണ്ടായാൽ 10 തുടങ്ങി 15% വരെയുള്ള സ്ത്രീകൾക്ക് ആ കോശങ്ങളിലുള്ള വ്യത്യാസം കുറച്ച് വഷളാകാൻ തുടങ്ങുന്നു. വർഷങ്ങൾ കൊണ്ട് 10ഉം 15ഉം വർഷങ്ങളെടുത്ത് ആ കോശങ്ങളിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ മാറി ആ കോശങ്ങളിൽ ക്യാൻസർ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ തടയും എന്ന് ചോദിച്ചാൽ, ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് മനുഷ്യരിൽ നടത്തിയ പരീക്ഷണങ്ങൾ കൊണ്ട് തന്നെ അത് ക്യാൻസറിനെ തടയുന്നതിൽ 99.9% വിജയം കൈവരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വാക്സിൻ ആർക്കാണ് കൊടുക്കേണ്ടത്? നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് മാത്രം കൊടുത്താൽ മതിയോ? പോരാ. ഇത് സ്ത്രീകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് കൊടുക്കണം. അതായത് 9 തൊട്ട് 14 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ ഈ വാക്സിൻ പ്രധാനമായിട്ടും കൊടുക്കേണ്ടത്. അപ്പോൾ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ
അവരുടെ ഒരു ടാർഗറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഈ കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പ്. അപ്പോൾ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ ഇപ്പോൾ ലഭ്യമാണ് എല്ലായിടത്തും. അങ്ങനെ ലഭ്യമാണ് എന്നിരിക്കെ എല്ലാ മാതാപിതാക്കളും അവരുടെ പെൺകുട്ടികൾക്ക് 9 തൊട്ട് 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഈ വാക്സിൻ കൊടുപ്പിക്കണം. അത് എല്ലാ ആശുപത്രികളിലും ലഭ്യമാണ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ വകയായിട്ട് ഇന്ത്യ ഗവൺമെൻറ് അത് നമ്മുടെ പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ കൂട്ടത്തിൽ അത് സ്വീകരിച്ചിട്ടുമുണ്ട്, അതിന് അംഗീകാരം കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ 14-15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കാൻ പാടില്ലേ എന്ന് ചോദിച്ച് കൊടുക്കാം. ഇന്ത്യയിൽ 26 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 3 ഡോസ് വാക്സിൻ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ച് ഒന്ന് ചോദിക്കുകയേ വേണ്ടൂ കുട്ടികളുടെ കുത്തിവയ്പ്പിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അവരതിനു വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരും. അപ്പോൾ ഒരു ചോദ്യം വരും, പെൺകുട്ടികൾക്ക് മാത്രം മതിയോ ഇത്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഈ സർവൈക്കൽ ക്യാൻസർ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നൊരു ചോദ്യം വരും. അല്ല, അത് പല പല ക്യാൻസറുകൾക്ക് ഇടവരുത്തും. ആൺകുട്ടികൾക്കും ഇതൊരു ക്യാൻസർ ഉണ്ടാക്കും. ആൺകുട്ടികളുടെ ജനനേന്ദ്രിയത്തിൽ പെനിസിൽ ഉണ്ടാകുന്ന ക്യാൻസർ ഉണ്ടാക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. ജനനേന്ദ്രിയങ്ങളല്ലാതെ തൊണ്ടയിലുണ്ടാക്കുന്ന ക്യാൻസറും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ കൊണ്ടാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അത് ഫലവത്ത് സർവൈക്കൽ ക്യാൻസറിനാണ്. പക്ഷേ ഈ വക ക്യാൻസറിനെയും തടയുന്നതിന് അതിന് കഴിവുണ്ട്. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് മാത്രമല്ല, നമ്മുടെ പെൺമക്കൾക്ക് മാത്രമല്ല, ആൺമക്കൾക്കും ഈ വാക്സിൻ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എഗൻസ്റ്റായിട്ടുള്ള HPV വാക്സിൻ എടുപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ 2 തരത്തിലുള്ള വാക്സിൻ കിട്ടും. 4 ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത് ഒരു 10-200 വെറൈറ്റി ഉണ്ട്. അതിനകത്ത് ഒരു 13 ടൈപ്പ് ഓഫ് ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. ഈ പ്രധാനമായും 4 ടൈപ്പാണ് അത് ക്യാൻസർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 4 ടൈപ്പിനും എഗൻസ്റ്റായിട്ടുള്ള ക്വാഡ്രിവാലൻ വാക്സിൻ ഉണ്ട്. അതൊരു 2000 രൂപയ്ക്കകത്തേ ആവുകയുള്ളൂ. അത് 1 തൊട്ട് 3 വരെ 14 വയസ്സ് വരെ ആണെങ്കിൽ നമുക്ക് 2 ഡോസും, 15 തൊട്ട് 26 വയസ്സ് വരെയാണെങ്കിൽ 3 ഡോസും കൊടുക്കണം എന്നാണ് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട്, അതായത് 1 ഡോസ് കൊടുത്താലും മതിയാകും എന്നുള്ളത്. പക്ഷെ അത് പ്രചാരത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ഡോസ് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ പിന്നൊരു ചോദ്യം വരുന്നത്, ഈ വാക്സിൻ മാത്രമേ ഉള്ളൂ പ്രതിരോധിക്കാൻ മാർഗം? അല്ല. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളെല്ലാം തന്നെ 30 വയസ്സ് തുടങ്ങി പാപ്സ്മിയർ എന്നൊരു ടെസ്റ്റ് ചെയ്ത് നോക്കണം. പാപ്സ്മിയർ വളരെ ലളിതമായിട്ട് വേദനാരഹിതമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടെസ്റ്റാണ്. നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കാണുകയേ വേണ്ടുള്ളൂ. ആ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 3 ദിവസത്തിനകം റിസൾട്ട് കിട്ടും. ക്യാൻസർ മാത്രമല്ല, ക്യാൻസർ വരാൻ സാധ്യതയുള്ള 10 വർഷം കഴിയുമ്പോൾ നമുക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോയെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് വലിയ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഔട്ട് പേഷ്യൻ്റായിട്ട് തന്നെ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും പരിശ്രമിക്കണം ക്യാൻസർ സെർവിക്സ് നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വരാതിരിക്കാൻ. നന്ദി, നമസ്കാരം.